ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ബ്ലൗസിന്റെ പൈപ്പിംഗ്, നെക്ക് പൈപ്പിംഗ് എങ്ങനെയാണ് നമുക്ക് വൃത്തിയോടുകൂടി ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിലാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത്. നമ്മുടെ ലൂപ്പ് തീരെയും ഹൂക്ക് തീരെയും ഒക്കെ തയ്ച്ചതിന് ശേഷമാണ് നമ്മളിവിടെ പൈപ്പിംഗ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പീസ് ഇത് നമുക്ക് നീളത്തിലാണുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ വിലങ്ങനിയുമാണ്. എന്നാൽ നമ്മൾ ഈ ഒരു പീസ് എടുക്കേണ്ടത് കണ്ടോ, നമുക്ക് ഇതുപോലെ ക്രോസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും നമ്മുടെ പൈപ്പിംഗ് പീസ് ക്രോസിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നീളത്തിലോ വിലങ്ങനെയോ ഒന്നും ഇതൊരിക്കലും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. കണ്ടോ, ഇതുപോലെ ക്രോസിൽ. ഇനി നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ക്രോസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പം നമ്മളിത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 1.25 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, 1.25 ഇഞ്ച് വീതി. അപ്പോൾ നമുക്കിത് പീസുകൾ നമുക്ക് നെക്കിന്റെ നീളത്തിനനുസരിച്ച്, റൗണ്ട് അളവിനനുസരിച്ച് നമുക്കിത് ചെറിയ ചെറിയ പീസുകളാണ് നമുക്ക് കിട്ടുക. ബ്ലൗസ് കട്ടിങ്ങിന് ശേഷം വരുന്ന വേസ്റ്റ് തുണിയിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസുകൾ മാത്രമേ കിട്ടൂ, നീളം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നീളത്തിനനുസരിച്ച് എത്രയാണോ പീസ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിത് അല്പം കൂടുതൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജോയിന്റ് ചെയ്യണം. നമ്മുടെ നീളം കൂട്ടുവാൻ ജോയിന്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2 പീസ് വെച്ച് കണ്ടോ, ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്യുക. കണ്ടോ, ഈ ഒരു രീതി 2 പീസാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ ഇതിലെ ഒരു പീസ് കണ്ടോ, ഇങ്ങനെ ക്രോസിൽ കിട്ടിയ പീസിന് ഇതുപോലെ വെക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക്, ഇവിടെ നിന്ന് ഇതിലൂടെ സ്റ്റിച്ചിങ് ചെയ്യുക. കണ്ടോ, ആ ഒരു വി പോലെ കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് നമുക്കിനി ഇവിടെ നിന്ന് കണ്ടോ പീസ് ഇത് നേരെ ഇതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ അല്പം തുണി വെച്ച് കട്ട് ചെയ്യുക. ഇവിടെയും കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇനി നമുക്കിതിനെ നിവർത്തിയെടുക്കാം. 2 ഭാഗത്തേക്കും ഈ ഒരു തുന്നത്തുണിയെ ഇവിടെ ചെറിയൊരു തുന്നത്തുണി വെച്ചാൽ മതി. കണ്ടോ, കൂടുതലൊന്നും വെക്കുവാൻ പാടുള്ളതല്ല. ചെറുതായിട്ടുള്ള ഒരു തുന്നത്തുണി മാത്രം വെച്ചാൽ മതി. കണ്ടോ, അപ്പം നമുക്ക് ആ ഒരു ജോയിന്റ് ചെയ്ത ഭാഗം കണ്ടോ, നമുക്ക് നീളത്തിൽ കറക്റ്റ് നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയാണോ നമുക്ക് നീളം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ജോയിന്റ് ചെയ്തെടുക്കാം. എത്ര ലെങ്ത് ആണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്കിതുപോലെ ഓരോ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളൊക്കെ ജോയിന്റ് ചെയ്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി നമുക്കിത് 2 ഭാഗത്തേക്കാക്കി നിവർത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നിവർത്തിയെടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടോ, നമ്മുടെ ലൂപ്പൊക്കെ തുന്നുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു പീസിനെ നമ്മളൊരു 1/2 ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെക്കുക. കണ്ടോ, ഇതുപോലെ 1/2 ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ച് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു. ഇവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതി കണ്ടോ, ഒരു പോയിന്റ് വീതി മാത്രമേ ഇവിടെ നമ്മുടെ തുന്നത്തുണി പിടിക്കാൻ പാടുള്ളൂ. കണ്ടോ, നമ്മുടെ 1/4 ഇഞ്ചിനേക്കാൾ കുറവുള്ള ഒരു പോയിന്റ് വീതി, അതും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ പീസോ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നെക്ക് ഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന പീസോ നമ്മൾ ഒരിക്കലും വരിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. അതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് വരുന്ന ജോയിന്റ് പീസ്, നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന ജോയിന്റ് പീസിനെ നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് വേണം വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, ഇതുപോലെ എല്ലാ സ്ഥലത്തും കണ്ടോ ഒരേ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തുണി വെച്ച് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇനി നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കണ്ടോ, ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി. നമ്മുടെ നെക്ക് ഹെമ്മിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ കൂടുതൽ കട്ടിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കട്ടിങ് ഇതുപോലെ കൊടുത്താൽ മതി.
ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ കട്ടിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നിവർന്ന് കിട്ടുവാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗം അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ മടക്കുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മടക്കി ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ പരമാവധി നിങ്ങൾക്ക് എത്ര സൈഡിൽ കൂടി പരമാവധി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സൈഡിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ വീതിയിൽ ഒരു പോയിന്റ് വീതിയിലൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ആ ഒരു ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ തുണിയെ മടക്കി കൊടുക്കുക. കണ്ടോ, സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ കണ്ടോ പരമാവധി സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഇവിടെ കണ്ടോ ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൂപ്പ് തയ്ക്കുന്ന ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. നല്ല വശം മുകളിൽ വെച്ച് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗത്തെ ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഇതിനെ കണ്ടോ ചെറിയൊരു പൈപ്പിംഗ് രീതിയിൽ മടക്കി ഈ ഒരു പീസിൻ്റെ കണ്ടോ ഇടയിൽ കൂടി, അതായത് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് മടക്കിയിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഒരു പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൽ സ്റ്റിച്ചിങ് കാണുന്ന രീതിയിലും ആകാൻ പാടില്ല. നമുക്കവിടെ ആ ഒരു ഉരുട്ടി നമുക്ക് ആ വരുന്ന പൈപ്പിംഗ് വരുന്നതിൻ്റെ ഇടയിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു സ്ഥലത്ത് പോലും നമുക്ക് പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ചിങ് കയറി വരാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഇവിടെ കേട്ടോ ഈ ഒരു പീസ് നമുക്ക് ഇവിടെ കവർ ചെയ്ത് നിന്നിട്ടുണ്ടാകും. നമ്മൾ ആ തയ്ച്ച പീസ് കറക്റ്റായിട്ട് നമുക്കതിനെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു പീസിനെ നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്ത് നമുക്കിത് പൈപ്പിംഗ് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കേട്ടോ. നമ്മളത് ഉൾവശത്ത് നിന്ന് നമ്മൾ ചെറുതായി ഒന്ന് കറക്റ്റ് മടക്കി കൊടുത്താൽ മതി. കാരണം ആദ്യത്തെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ തന്നെ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കവർ ചെയ്ത് വന്നിട്ടുണ്ടാകും. നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് തുണിയൊക്കെ എടുക്കുന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ചെറുതായി സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ അല്പം സ്പീഡ് കുറച്ച് ഈ ഒരു പൈപ്പിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ചെറുതായി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായി മടക്കി പിടിച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. ആ ഒരു പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ചിങ് വന്നാൽ അവിടെ കഴുത്ത് ോടുകൂടി നിൽക്കില്ല. അതുകൊണ്ടാണ് പൈപ്പിങ്ങിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ പാടില്ലെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെയുള്ള ഈ ഒരു അരേഞ്ച് തുണിയെ കണ്ടോ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പീസിനെ നമ്മൾ കണ്ടോ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ആദ്യ ഭാഗം ചെയ്തതുപോലെ തന്നെ അതിനെ വീണ്ടും നമ്മുടെ പകുതിയായി നമ്മുടെ പൈപ്പിങ്ങിൻ്റെ വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുത്ത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അപ്പം നമ്മളിതിൻ്റെ പൈപ്പിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്ക് കറക്റ്റ് നമ്മളെല്ലാ സ്ഥലത്തും കണ്ടോ ഒരേ വീതിയിലാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് കണ്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ ഇടയിൽ കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് കണ്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ചിങ് തട്ടിയിട്ടുമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഉൾവശവും കണ്ടോ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ ഉൾവശവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഉൾവശത്ത് നമുക്ക് കൂടുതൽ തുണികളൊന്നും എക്സ്ട്രാ വരാതെ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.